സെറ്റ്. മാഡത്തിൻ്റെ എല്ലാ പടവും ഞാൻ കാണാറുണ്ട്. അതിന് ഞാനാകെ 2 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതിലൊരെണ്ണം ഫെസ്റ്റിവലിന് പോയതാ. അപ്പൊ എങ്ങനെ എല്ലാ പടവും കാണുന്നേ? അത് ഞാൻ കണ്ട് ടൊറന്റ് വഴിയാണ്. ഓർഡർ എന്താന്ന് വെച്ചാ പറയാം. മെനു ഒന്ന് നോയിക്കോട്ടെ. എന്നാ വിളിച്ചാ മതി. ശരി. ജെല്ലി നാളെ എന്റെ ഷോപ്പിൽ ഒരു സ്റ്റാഫിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു കേക്ക് വേണം. കേക്കൊക്കെ തരാ. അങ്ങോട്ട് നോക്കിയേ. എടാ നമ്മുടെ അവിനാഷല്ലേ കൂടാരാ? കൂടെ ഫിലിം സ്റ്റാർ സെൽഫി ഒക്കെ ഉണ്ട്. പൊളിയാണ്. അവരെന്താടാ ഇവിടെ ഇരിക്കുന്നേ? ചെന്ന് ചോദിക്കട്ടാ. മോശല്ലേ? അത് മോശമാണ്. കെവിൻ അല്ലേ അവിനാഷിന്റെ ആഡിലൊക്കെ അഭിനയിക്കുന്ന? അതെ, നമ്മൾ തമ്മിൽ. ഞാൻ അറിഞ്ഞോളൂ, ലക്കിയുടെ ബോയ് ഫ്രണ്ട്. ഓ ഹായ് ഹായ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. എന്താ ഇവിടെ? അല്ല, ഞാനിവിടെ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വന്നത്. ഇവിടെ എന്താ ഷൂട്ട് വല്ലതും ഉണ്ടോ? ഇല്ല, ഞാൻ പ്രമിതനെ മീറ്റ് ചെയ്യാൻ വന്നാ. അവിനാഷും പ്രമിതയും തമ്മിൽ എന്താ ബന്ധം? കൂട്ടുകാരാണെന്ന് മാത്രം പറയുന്നത്. അല്ല, അവർ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? എന്നിട്ട് അവിനാഷ് എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അവിനാഷ് സാർ എല്ലാം പറഞ്ഞല്ലേ, ഇനിയിപ്പം ഞാനെന്ത് പറയാനാ? എന്താ കാര്യം? ആകെ ടെൻഷനായില്ല. അത് ഞാൻ പ്രമിതനെ മീറ്റ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ പോയിരുന്നു. അവിനാഷ് സാർ ഷൂട്ടിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഞാനും പ്രമിതയും കൂടി സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, അവിനാഷ് സാർ എങ്ങാനും ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന്. അതിന് ഞാൻ സാധ്യത കാണുന്നുണ്ട് കെവിൻ. നമ്മുടെ അവിനാഷ് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പോരാത്തത് നിങ്ങളെ രണ്ടുപേരെയും സംശയകരമായ അവസ്ഥയിൽ കാണുകയും ചെയ്യും. എന്തായാലും അതിൻ്റെ ഒരു സംശയം തന്നോടുണ്ടാവും. ആണല്ലേ? ഇനി തനിക്ക് പ്രമിതയോട് അങ്ങനെ വല്ലതും? അയ്യോ, എനിക്ക് പ്രമിത എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. ശരി, എന്തായാലും സാഹചര്യം കിട്ടുമ്പോൾ താനൊന്ന് അവിനാഷിനോട് പറഞ്ഞേക്ക്, പ്രമിത തൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. ഓക്കെ ഓക്കെ അല്ലേ? പറയണം. എന്നാ ഞാൻ പോയിക്കോട്ടെ. താങ്ക് യു അർണോൾഡ്. എന്തിന്? ശരി, കാണാം. അതെ, കേക്ക് ഓർഡർ മറന്നാ? എന്ത് അത് പറഞ്ഞപ്പോഴാ പെട്ടെന്ന് ഫേമസ് ആവാൻ വേറൊരു വഴിയും കൂടി ഉണ്ട്. നമുക്ക് സാറിന്റെ പോസ്റ്റർ ഒക്കെ വെച്ചിട്ടേ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചാലോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അയ്യോ, അത് വേണ്ട. എനിക്ക് കുറച്ച് പ്രഷറും ഷുഗറൊക്കെ ഉണ്ടേ. അപ്പൊ വല്ലതും പറ്റിയ പിന്നെ ഫേമസ് ആവുന്ന റോഡ് കിടന്ന് ചത്തിട്ടാകും. അതൊന്നും വേണ്ട, വേറെ വഴിയുണ്ട്. സാറിന്റെ നാട് എവിടെയാണ്? എന്റെ നാട് ആലുവ. സാർ അധികമൊന്നും വേണ്ട, ഒരു 3 വീട് പണിയണം. അതായത് ഈ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. നല്ല ഐഡിയ. ഈ കണ്ണിക്കണ്ടവനൊക്കെ വീട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? ശ്രദ്ധ കിട്ടും സാർ. ശ്രദ്ധ കിട്ടുന്ന വേറെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു. ബെസ്റ്റ്. ഈ വഴി കൂടെ പോകുന്നവന്മാർക്കൊക്കെ വീട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തിനാ? അത് ശരിയാവില്ല സാർ. പെട്ടെന്ന് അറ്റൻഷൻ കിട്ടില്ലേ? ഇല്ലെങ്കിൽ ആളുകൾ പറയും സാർ പേരിന് വേണ്ടി മാത്രം ചെയ്യുന്നതാന്ന്. ഇതാവുമ്പോ പ്രളയം എന്നൊരു വലിയ കാരണമുണ്ട്. അത് പോയിന്റാണ്. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് നമുക്കത് ആലോചിക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ഒന്നും വേണ്ട സാർ, കുഴപ്പമില്ല. ഞങ്ങൾക്കൊന്നും വേണ്ട സാർ. അത് പറഞ്ഞ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്നവരല്ലേ. അപ്പൊ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എന്റെ കടമയാണ്, പ്രത്യേകിച്ചും ലക്ഷ്മിയുടെ. നീ ശ്രദ്ധിച്ചോ, ഇത് കോഴിയല്ല കൊളക്കോഴിയാണ്. എന്താ കഴിക്കുന്നത്? എന്താ പറഞ്ഞേ? അല്ല, കോഴി അല്ല കോഴി ഐറ്റംസ് ഇഷ്ടമല്ലാന്ന് പറയാം. കോഴിയുണ്ട. ശരി സാർ. വെജിൽ എന്ത് വേണമെങ്കിലും എടുത്തു, നല്ലത് ഏതെങ്കിലും എടുത്തു. ഓക്കെ ശരി സാർ. വെജ് വേണ്ട, കോഴി വേണ്ട. കോഴി വേണ്ട. ഇഷ്ടല്ല. അതെല്ലേ?